നാട്ടിലെ എന്റെ വീട് തൊടുപുഴയിലാണ്. തൊടുപുഴ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണല്ലോ. തൊടുപുഴ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോട്ട് വരുന്നത് മഞ്ഞുമലകളും കുളങ്ങളും പാറകളും വെള്ളക്കെട്ടുകളും ഒക്കെയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും UAE ജോലി കിട്ടി വന്നപ്പോഴും എനിക്ക് ഒത്തിരി മിസ്സായിട്ടുള്ള സ്ഥലമാണ് ഈ തൊടുപുഴ. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റിലൊക്കെ ജീവിക്കാൻ ഒത്തിരി കൊതിച്ച ഒരാളാണ് ഞാൻ. UAE വന്ന് ഈ ഫ്ലാറ്റിലൊക്കെ ജീവിക്കാൻ ഒത്തിരി പാടുപെട്ടു കേട്ടോ. ഫൈനലി ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഇങ്ങനെയൊക്കെ ഒരിച്ചിരി പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കിട്ടി കേട്ടോ. അപ്പൊ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എന്റെ തൊടുപുഴയെ എനിക്ക് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റൂ. ഒരു തൊടുപുഴക്കാരി എന്നറിയപ്പെടാനും ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. എന്റെ പേര് മീനു. ഇവിടെ 9 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു കേട്ടോ. നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അപ്പൊ ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ ഇടും. അപ്പം എന്റെ വീഡിയോയിൽ എത്ര പേര് തൊടുപുഴക്കാരുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മാറി നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇപ്പം ജോലിക്കായിട്ട് വരാനും എല്ലാം. അപ്പൊ തൊടുപുഴക്കാരൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ തൊടുപുഴയില് എന്ന് പറയുമ്പോൾ ഔട്ട് സൈഡ് ഒക്കെ അടിപൊളി ഒരു പ്രത്യേക ഒരു വൈബല്ലേ. മഞ്ഞും പാറക്കെട്ടും മഴയും ഒക്കെ ആയിട്ടല്ലേ. പിന്നെ എന്റെ ഹെയർ റുട്ടീൻ ഒരു മസാജാണ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ കൊടുക്കുന്നത്. മുടി വളരുന്നതിന് ഒരു അടിസ്ഥാന ഘടകമാണ് രാവിലെയുള്ള മസാജിങ് കേട്ടോ. അപ്പൊ തൊടുപുഴയില് ഞങ്ങൾ കുളത്തിലൊക്കെയാണ് പോയി കുളിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞി കൈകത്തോടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇവിടെ പിന്നെ എന്റെ കൃഷിത്തോട്ടം ഒക്കെ ആയി ഇപ്പൊ ഞാൻ നാടുമായിട്ടങ്ങ് നാടിനോട് കൊണ്ടിണങ്ങാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു കാട് തന്നെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. പുറത്ത് ഞങ്ങളുടെ വില്ലയില് വലിയൊരു മിറ്റമുണ്ട്. അപ്പം അർബാബ് പറഞ്ഞു ഇഷ്ടമുള്ള ചെടികളൊക്കെ നട്ടോളാൻ. അപ്പം ഞാൻ ഒരു കാട് പോലെ ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും എന്നാലും എന്റെ നാട് എനിക്ക് മിസ്സാകുന്നു. ഇപ്പം ഒരു മഴക്കോളൊക്കെ ഉണ്ട്. 2 ദിവസത്തേക്ക് മഴ പെയ്യുന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നെ ഡ്യൂട്ടി ഇല്ലാത്തതിനാൽ ഇവിടെ ചുറ്റും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. ഇപ്പൊ ആനുവൽ ലീവാണ്. കുട്ടിക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. നിലവിലത്തെ സാഹചര്യം കൊണ്ട് എടുത്താണ് കേട്ടോ. അടുത്ത ദിവസം ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.